നമുക്ക് ഇന്ന് പ്രാർത്ഥനയോടുകൂടി നമുക്ക് ധ്യാനം ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ വരണം. അടിയനെ സമർപ്പിക്കുന്നു. അധരങ്ങളെ തുറന്നു തന്ന് നീ തരുന്ന കാര്യങ്ങൾ, നീ തന്ന വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുവാൻ അനുഗ്രഹിക്കണമേ. ആഴമായ അർത്ഥതലങ്ങളിലേക്ക് കർത്താവ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രോതാക്കളുടെ ഹൃദയങ്ങളിലും കർത്താവ് ഇതിൻ്റെ വചനം പതിക്കാനും അതിലെ ജീവിതത്തിന് മാറ്റങ്ങൾ ഉണ്ടാക്കുവാനും കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കാനും ആത്മീയ വളർച്ച പ്രാപിക്കുവാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. ഇന്ന് നമ്മൾ എഫേസ്യോസ് ലേഖനം 5-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. 4-ാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ്. മ്ലേച്ഛതയും വ്യർത്ഥഭാഷണവും ചാബല്യവും നമുക്ക് യോജിച്ചതല്ല, പകരം കൃതജ്ഞതാസ്തോത്രമാണ് ഉചിതം. ക്രിസ്തുവിൽ നിന്നും നാം പ്രാപിച്ച പുതിയ വിശുദ്ധിയെ അംഗീകരിച്ച് അതിന് കൃതജ്ഞത പറയുക എന്നത് ക്രിസ്ത്യാനിയുടെ സവിശേഷതയാണ്. യാക്കോബ് അപ്പോസ്തലൻ ഇങ്ങനെ ഉപദേശിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 1:21. എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവം സ്വീകരിക്കുകയും. വചനത്തിൻ്റെ പ്രത്യേകത ഇവിടെ പറഞ്ഞിരിക്കുന്നത്, വചനത്തിന് ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മൾ ഈ വചനത്തിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയാണ് നമുക്ക് പ്രാധാന്യം. ആത്മാക്കളെ രക്ഷിക്കാൻ ഈ വചനത്തിന് കഴിയും. ഈ മാർത്താ മറിയയുടെ ഭവനത്തിൽ വെച്ച് മറിയം യേശുവിൻ്റെ പാദത്തെങ്കിൽ ഇരുന്ന് വചനം ശ്രവിച്ചുകൊണ്ടിരുന്നതിനെ എത്ര ശ്ലാഘിച്ചാണ് യേശു സംസാരിച്ചത്. വചനം ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതാണ്. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, ആ വചനം നിങ്ങളിൽ പാകിയിരിക്കുകയാണ്, അതിനെ നമ്മൾ വിനയപൂർവ്വം സ്വീകരിക്കണം. വചനം നമ്മളിലോട്ട് പാകിയിട്ടുണ്ട്, വളർന്നു വരണം. പ്രജാതികളുടെ അശുദ്ധിയിൽ നിന്നും നാം മാറി നിൽക്കണം. 2 പത്രോസിൻ്റെ 2:7 ഇങ്ങനെ പറയുന്നു, ദുഷ്ടരുടെ ദുർവൃത്തി മൂലം വളരെ വേദന സഹിച്ച നീതിമാനായ ലോത്തിനെ അവിടുന്ന് അവരുടെ ഇടയിൽ നിന്ന് രക്ഷിച്ചു. ലോത്ത് നീതിമാനാണെന്നുള്ള കാര്യം നമ്മൾ അറിയണം. അദ്ദേഹം വേദന സഹിച്ചത് എന്തുകൊണ്ടാണ്? ദുഷ്ടന്മാരുടെ ദുർവൃത്തി മൂലം വേദന സഹിക്കേണ്ടി വന്നു. കർത്താവ് ഇടപെട്ട് അവനെ അവരുടെ ഇടയിൽ നിന്ന് രക്ഷിച്ചു. ലേവ്യ പുസ്തകം 18:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാണ്. നിങ്ങൾ വസിച്ചിരുന്ന ഈജിപ്റ്റ് ദേശത്തെ ജനങ്ങളെപ്പോലെ നിങ്ങൾ പ്രവർത്തിക്കരുത്. ഞാൻ നിങ്ങളെ പ്രവേശിപ്പിക്കാനിരിക്കുന്ന കാനാൻ ദേശത്തെ ആളുകളെ പോലെയും നിങ്ങൾ പ്രവർത്തിക്കരുത്. അവരുടെ ചട്ടങ്ങളനുസരിച്ച് നിങ്ങൾ വ്യാപരിക്കരുത്. നാം താമസിക്കുന്ന ആ പ്രദേശത്തെ ജനങ്ങൾ എങ്ങനെയാണ് അവരുടെ ദൈവത്തെ ആരാധിക്കുന്നത്, അവരുടെ വിഗ്രഹങ്ങളെ എങ്ങനെയാണ് പൂജിക്കുന്നത്, അവരുടെ ആചാര രീതികൾ എങ്ങനെയൊക്കെയാണ്, അത് പഠിച്ച് അതിനെ അനുകരിക്കാൻ നിങ്ങൾ പോകരുത്. അതാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഈജിപ്തുകാരെ നിങ്ങൾ നോക്കണ്ട, ഇനിയും കയറാൻ ചെല്ലുന്ന കനാൻ നാട്ടിലെ ആൾക്കാരെ നിങ്ങൾ നോക്കണ്ട.
ഭാരതീയരായ നമ്മൾ മനസ്സിലാക്കണം, ഭാരതത്തിൽ പല ഉത്സവങ്ങളും മറ്റൊക്കെ ഉണ്ട്, ഹിന്ദുക്കളുടെയൊക്കെ. അതെല്ലാം നമ്മൾ അനുഷ്ഠിക്കാൻ നമ്മൾ നിർബന്ധിതരല്ല, അതിലോട്ട് പോകരുത്. തെറ്റായ പല ആചാരങ്ങളും ഒക്കെ നമ്മൾ ചെയ്യേണ്ടി വരും, അന്നേരം കയറിപ്പോരുത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണമെന്നാണ് ഇവിടെ പറയുന്നത്. അവരുടെ ചട്ടങ്ങളെയും നിങ്ങൾ സ്വീകരിക്കേണ്ട കാര്യമില്ല. വീണ്ടും ആ വാക്യത്തിൽ പറയുന്ന കാര്യം, വ്യർത്ഥ ഭാഷണം, കളിവാക്ക്, ഇതൊന്നും നമുക്ക് ഉചിതമല്ല. സുഭാഷിതങ്ങൾ 26:18-19 വാക്യങ്ങളിൽ പറയുന്നു, അയൽക്കാരനെ വഞ്ചിച്ചിട്ട് ഇതൊരു നേരമ്പോക്ക് മാത്രം എന്ന് പറയുന്നവൻ തീക്കൊള്ളിയും അമ്പുകളും മരണവും ചുഴറ്റിയെറിയുന്ന ഭ്രാന്തനെ പോലെയാണ്. നേരമ്പോക്കൊക്കെ പറയുക, ആവശ്യമില്ലാതെ ഒരു വാക്ക് പോലും പറയരുത്. എല്ലാം കർത്താവിൻ്റെ ബുക്കിൽ എഴുതി വച്ചിട്ടുണ്ട്. ഇനി അടുത്ത വാചകത്തിലോട്ട് പ്രവേശിക്കാം. 5:5. വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും ദൈവത്തിൽ നിന്നും ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. 3 ലിസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. വ്യഭിചാരി, അശുദ്ധൻ, അത്യാഗ്രഹി. അത്യാഗ്രഹി എന്ന് എഴുതിയിട്ട് റൈഫനിട്ടിട്ട് എഴുതിയിരിക്കുകയാണ് വിഗ്രഹ ആരാധകൻ. അവർക്കാർക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് നിങ്ങൾക്കറിയുള്ളതാണല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ അറിയണം. ചുങ്കക്കാരനായ മത്തായിയെ യേശു വിളിച്ച് തൻ്റെ ശിഷ്യഗണത്തിലേക്ക് ചേർത്തു. യേശു അവൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും അവനോടുകൂടെ ഭക്ഷണത്തിനിരുന്നു. ചില നിയമജ്ഞർ അത് ഇഷ്ടപ്പെട്ടില്ല. യേശു പറഞ്ഞു, നീതിമാന്മാരെയല്ല പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നത്. യേശു അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ തന്നെ ഈ വാചകത്തിൽ പറയുന്നു, വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും ദൈവരാജ്യത്തിന് അവകാശമില്ല. അതിന് കാരണം പാപം ചെയ്തവർ ശുചീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു, അല്ലാതെ ആർക്കും കയറാനൊക്കത്തില്ല. അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ അവർ ശുദ്ധീകരിക്കപ്പെടണം. യേശുവാണ് നമ്മെ ശുദ്ധീകരിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ നമ്മുടെ അടുത്തേക്ക് വന്നതും ഇനിയും വരുന്നതും. നമ്മൾ സ്വയമായിട്ട് ശുദ്ധീകരിക്കപ്പെടുകയല്ല, അങ്ങനെ ശുദ്ധീകരിക്കാൻ നമുക്ക് കഴിവില്ല. അത് യേശുവിൻ്റെ അന്ത്യ ദിവസം ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുമ്പോൾ യേശു പറയുന്നില്ലേ, ഞാൻ നിങ്ങളെ കഴുകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോടുകൂടി പങ്കില്ല. യേശുവാണ് കഴുകുന്നത്. ശുദ്ധീകരിക്കാൻ കഴിവുള്ളവൻ അവനാണ്. നാം അവൻ്റെ അടുത്തേക്ക് ചെല്ലണം. ഇവിടെ ആ വാചകത്തിൽ ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ, ഇപ്പം 2 രാജ്യമാണോ 1 രാജ്യമാണോ എന്നൊക്കെ ഒരു സംശയം ചിലപ്പോൾ ഉണ്ടാകാം. ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ, ഈ പ്രയോഗം പുതിയ നിയമത്തിലെ ഒരു അതുല്യമായ പ്രയോഗമാണ്. കൊളോസോസ് 1:13 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവിടുത്തെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക്. അവിടെ യേശുക്രിസ്തുവിൻ്റെ പ്രിയപുത്രൻ യേശുക്രിസ്തു ആണല്ലോ, യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്കാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദൈവരാജ്യത്തെ ക്രിസ്തുവിൻ്റെ രാജ്യത്തോട് അങ്ങ് ചേർത്ത് ഒന്നിപ്പിച്ച് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. 1 കൊരിന്ത്യർ 15:24 പറയുകയാണ്, അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമ്മാർജ്ജനം ചെയ്ത് രാജ്യം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ
എല്ലാറ്റിൻ്റെയും അവസാനമാകും. രണ്ട് രാജ്യങ്ങളല്ലെന്ന് എൻ്റെ ചുരുക്കം. ദൈവരാജ്യമെന്ന് പറയുന്നതും പ്രിയപുത്രൻ്റെ രാജ്യമെന്ന് പറയുന്നതും എല്ലാം ഒന്ന് തന്നെ, പിതാവിന് സമർപ്പിക്കപ്പെട്ട രാജ്യം. ഭക്ഷണപദാർത്ഥങ്ങളെക്കുറിച്ച് യേശുവിടെ ഒരു സൂചന തരുന്നുണ്ട്. അത് ഉദരത്തിലേക്ക് മാത്രം പ്രവേശിക്കുന്ന ഒരു വസ്തുവാണല്ലോ, അത് ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നില്ല എന്ന് വ്യക്തമാണ്. യേശു അത് വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ടൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, ഭക്ഷണപദാർത്ഥങ്ങളല്ല നമ്മളെ അശുദ്ധരാക്കുന്നത്. ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത, ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. എന്നിവയാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നത് എന്ന് യേശു പഠിപ്പിച്ചു. ഏത് ഭക്ഷണം കഴിച്ചു എന്നുള്ളതിനല്ല, അതല്ല മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. ഇത് എടുത്തു പറയാൻ കാരണം, യഹൂദന്മാരുടെ രീതി അനുസരിച്ച് അശുദ്ധമായ ഭക്ഷണ സാധനങ്ങളും ശുദ്ധമായ ഭക്ഷണ സാധനങ്ങളുമുണ്ട്. അന്ന് അവർക്ക് അങ്ങനെയൊക്കെ നിർദ്ദേശിച്ചു കൊടുക്കുന്നതിന് പ്രത്യേക കാലഘട്ടത്തിനെ അനുസരിച്ചോ അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചത് പ്രാധാന്യമായതുകൊണ്ടോ അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തതായിരിക്കും. ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, ഭക്ഷണ പദാർത്ഥങ്ങളല്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളല്ല നമ്മളെ അശുദ്ധരാക്കുന്നത്. ഈ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ഈ തെറ്റുകൾ, ലിസ്റ്റ് നമ്മൾ വായിച്ചുവല്ലോ, അതാണ് നമ്മളെ അശുദ്ധനാക്കുന്നത്. അത് ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നവയാണ്. നമ്മുടെ നാവെന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുവാണ്. യാക്കോബ് അപ്പസ്തോലൻ ഈ നാവിനെക്കുറിച്ച് ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യാക്കോബിൻ്റെ 3-ാം അധ്യായം 6-ാം വാക്യം, നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നമ്മുടെ അവയവങ്ങളിൽ ഒന്നായ അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു. ഒരു നാവ് മതി ശരീരം മുഴുവൻ മലിനമാകും. നരകാഗ്നിയാൽ ജ്വലിക്കുന്ന ഈ നാവ് പ്രകൃതി ചക്രത്തെ ചുട്ടുപഴിപ്പിക്കുന്നു. നാവിനെ ശ്രദ്ധിച്ചോണം എന്ന് ചുരുക്കം. കണ്ണ്, കരം, ഈ അവയവങ്ങളെക്കുറിച്ച് കർത്താവ് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 29-30 വാക്യങ്ങൾ. വലത് കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നു എങ്കിൽ അത് ചൂഴ്ഞ്ഞെടുത്ത് എറിഞ്ഞു കളയുക. ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്ന് നഷ്ടപ്പെടുകയാണ്. വലത്തുകരം നിനക്ക് പാപഹേതുവാകുന്നു എങ്കിൽ അത് വെട്ടി ദൂരെ എറിയുക. ശരീരമാകെ നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്ന് നഷ്ടപ്പെടുന്നതാണ്. കർത്താവ് പറഞ്ഞ കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചോണം. ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുക എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. എടുത്തങ്ങ് എറിയുകയാണ് നരകത്തിലേക്ക്, വേറൊന്നിനും കൊള്ളത്തില്ല. ഒരവയവം അങ്ങ് നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ രക്ഷ സാധിക്കുമെങ്കിൽ ആ അവയവം അങ്ങ് വേണ്ടാന്ന് വെക്കുന്നതല്ലേ കൂടുതൽ നല്ലത് എന്ന് മനസ്സിലാക്കിക്കോണമെന്നാണ് പറയുന്നത്. യേശുവാണ് പറയുന്നത്. അത് വെട്ടി എറിഞ്ഞ് കളയുക. അത് ദൂരെയായിട്ട് എറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പം ചിലത് വേണ്ട എന്ന് വെക്കും, പക്ഷെ ദൂരെയോട്ട് എറിയത്തില്ല. നാളെ മുതൽ എനിക്ക് മദ്യപാനം വേണ്ട, അത് വേണ്ടെന്ന് വെച്ചിട്ട് ദൂരെ മാറ്റണം. അങ്ങനെയാണ് ദൂരെയോട്ട് മാറ്റിക്കളയാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തിരുന്നാലൊരു ദൂഷ്യമുണ്ട്. ഇന്ന് വേണ്ടാന്ന് വെക്കും, നാളെ അത് വീണ്ടും കാണുമ്പോൾ ടെംപ്റ്റേഷൻ, പ്രലോഭനം ഉണ്ടാകും, വീണ്ടും അതിൽ വീണ്ടും പോകാൻ സാധ്യതയുണ്ട്. ദൂരെ എറിയുക. അങ്ങനെ ദൂരെ എറിഞ്ഞില്ലെങ്കിൽ ശരീരം മുഴുവൻ നരകത്തിലേക്ക് എറിയപ്പെടേണ്ടതായിട്ട് വരും. യേശയ്യ 59:3 പറയുന്നു,
നിന്റെ കരങ്ങൾ രക്തപങ്കിലമാണ്, വിരലുകൾ അകൃത്യങ്ങളാൽ മലിനമായിരിക്കുന്നു, നിന്റെ അധരം വ്യാജം പറയുന്നു, നാവ് ദുഷ്ടത പിറുപിറുക്കുന്നു. ഇങ്ങനെയാണ് ചില മനുഷ്യരെ ദൈവം കാണുന്നത്. നമുക്ക് അത്യാർത്തി പാടില്ല. നമുക്ക് ആവശ്യമുള്ളത് കർത്താവ് തരുന്നുണ്ടല്ലോ. കർത്താവ് തന്നെ പറഞ്ഞത് നാളെക്കുറിച്ചൊന്നും വിഷമിക്കേണ്ട, അന്നന്ന് വേണ്ട അപ്പം അത് ചോദിച്ചാൽ മതി എന്നൊക്കെയാണ് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നതും പ്രാർത്ഥനയിൽ പറഞ്ഞിരിക്കുന്നതും. ശൗമേൽ പ്രവാചകൻ ന്യായാധിപനോടായിരുന്നല്ലോ. അദ്ദേഹം പ്രായമായപ്പോൾ, വൃദ്ധനായപ്പോൾ ഇസ്രായേലിൻ്റെ ന്യായാധിപന്മാരായി മക്കളെ അങ്ങ് നിയമിച്ചു. എന്നാൽ അവർ പിതാവിൻ്റെ മാർഗം പിന്തുടർന്നില്ല. പണമായിരുന്നു അവരുടെ ലക്ഷ്യം. അവർ കൈക്കൂലി വാങ്ങുകയും അനീതി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ ശമൂവേലിനെ സമീപിച്ച് പരാതിയും പറഞ്ഞു. ഈ പ്രവർത്തനം കാണുമ്പോൾ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതുപോലെ തന്നെ ഉണ്ടല്ലോ എന്ന് നമുക്കറിയാം. ന്യായാധിപന്മാർ പോലും പണമാണ് ആഗ്രഹിക്കുന്നത്. ആ പണം വാങ്ങിച്ച്, കൈക്കൂലി വാങ്ങിച്ചിട്ട് അവർ അനീതി പ്രവർത്തിക്കുന്നു. ഇന്നും നടക്കുന്നു, അന്നും നടന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ശൗമേൽ ന്യായാധിപൻ മക്കളെ ന്യായാധിപന്മാരാക്കി താൻ വൃദ്ധനായി പോയതുകൊണ്ടാണ്. പക്ഷെങ്കിൽ അവർ പിതാവിൻ്റെ മാർഗം പിന്തുടർന്നില്ല. അതെന്തുകൊണ്ടാണെന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. മക്കൾ പിതാവിൻ്റെ മാർഗം പിന്തുടരത്തക്കവണ്ണം കുട്ടിക്കാലം മുതലേ അവരെ അഭ്യസിപ്പിക്കേണ്ടതാണ്. അങ്ങനെ പിന്തുടരാതെ വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അതിൻ്റെ കുറ്റക്കാർ മാതാപിതാക്കൾ തന്നെയാണ്. അങ്ങനെ അവരെ പഠിപ്പിച്ച് വളർത്താന്നതിൻ്റെ കുറ്റമാണ്, അതിൻ്റെ കുഴപ്പമാണ് മക്കളങ്ങനെ ആയിപ്പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മക്കളെന്ന് പറഞ്ഞാൽ പിതാവിനെ പോലെ അല്ലെ മാതാവിനെ പോലെ അല്ലെ മാതാപിതാക്കളെ പോലെ ആയിരിക്കേണ്ടവരാണ്. അവരെ അങ്ങനെ അഭ്യസിപ്പിച്ച് പഠിപ്പിച്ച് കൊണ്ടുവരണം. ഇവിടെ അത് കാണുന്നില്ല എന്ന് ചുരുക്കം. അപ്പോൾ ചില ശ്രേഷ്ഠന്മാർ വന്ന് ശമൂവേൽ പ്രവാചകനോട് പരാതി പറഞ്ഞു. 1 ശമൂവേൽ 8:6 പറയുന്നു, അതുകൊണ്ട് മറ്റ് ജനതകൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ ഞങ്ങൾക്ക് നിയമിച്ചു തരണം എന്നവരാവശ്യപ്പെട്ടു. ഇസ്രായേലിൽ ഒരു രാജാവ് നിയമിക്കപ്പെടാനും ചരിത്രം മാറ്റപ്പെടുവാനും അത് കാരണമായി. യഹോവയായ ദൈവം അവരുടെ രാജാവ്. ഈ ഭൂമിയിൽ ഒരു പ്രത്യേക രാജ്യത്വവും ഭരണവും വേണ്ട എന്നുള്ള ഒരു ധാരണ, ആ രീതിയിലായിരുന്നു കർത്താവ് അവരെ വളർത്തിക്കൊണ്ട് വന്നത്. പക്ഷേ ഇപ്പോൾ ഈ ന്യായാധിപന്മാരെ നീതികേട് കാണിക്കുന്നത് കൊണ്ട് രാജാവ് ആവശ്യമാണ് മറ്റ് രാജ്യങ്ങൾക്കുള്ളതുപോലെ എന്ന് ഇസ്രായേലിൻ്റെ ശ്രേഷ്ഠന്മാർക്ക് തോന്നി. അവർ ശമൂവേലിനോടത് പറഞ്ഞു. അവസാനം രാജാവിനെ നിയമിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇസ്രായേലിൻ രാജ്യത്തിൻ്റെ ആ ഭരണരീതി, ചരിത്രം മാറ്റപ്പെടുകയാണ് ചെയ്യപ്പെട്ടത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. സുഭാഷിതങ്ങൾ 21:26 പറയുന്നു, ദുഷ്ടന്മാർ എന്നും അത്യാഗ്രഹത്തോടെ കഴിയുന്നു, നീതിമാന്മാരാകട്ടെ നിർലോഭം ദാനം ചെയ്യുന്നു. ദുഷ്ടന്മാരെ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അത്യാഗ്രഹമാണ് അവരെ നയിക്കുന്നത്. നീതിമാന്മാരാണോ അവർ ദാനം ചെയ്യുകയാണ്, എത്രയും നിർലോഭം ദാനം ചെയ്യുന്നു. അതാണ് എൻ്റെ വ്യത്യാസം. അത് മനസ്സിലാക്കണം. എല്ലാം വാരി കൂട്ടിവെക്കുക എന്നുള്ളതല്ല, ദാനം ചെയ്യുക. അതാണ് ഒരു ക്രിസ്ത്യ വിശ്വാസി ചെയ്യേണ്ടത്. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, നിങ്ങൾ സൗജന്യമായി നൽകുവീൻ. യേശു കർത്താവ് അങ്ങനെ നമ്മളോട് പറയുന്നത്. മിക്ക പ്രവാചകൻ അരുളി ചെയ്യുന്നു, അത് നമുക്ക് ശ്രദ്ധിക്കാം. മിക്ക 3:10-11 രക്തത്താൽ നിങ്ങൾ സീയോൻ പണിത് ഉയർത്തുന്നു, അധർമ്മത്താൽ ജെറുസലേമും
അതിൻ്റെ ന്യായാധിപന്മാർ കോഴ വാങ്ങി വിധിക്കുന്നു, പുരോഹിതന്മാർ കൂലി വാങ്ങി പഠിപ്പിക്കുന്നു, പ്രവാചകന്മാർ പണത്തിനു വേണ്ടി ഭാവി പറയുന്നു. എങ്കിലും അവർ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് പറയുന്നു, കർത്താവ് നമ്മുടെ മധ്യത്തിലില്ലേ, നമുക്ക് ഒരു അനർത്ഥവും സംഭവിക്കുകയില്ല. ന്യായാധിപന്മാർ ചെയ്യുന്നത് കോഴ വാങ്ങുന്നു, പുരോഹിതന്മാരെ പഠിപ്പിക്കുന്നു, നല്ലത് തന്നെ, പക്ഷേ കൂലി വാങ്ങിക്കൊണ്ടാണ് പഠിപ്പിക്കുന്നത്. കൂലി വാങ്ങി പഠിപ്പിക്കാൻ വേണ്ടി അല്ല അവരെ നിയമിച്ചിരിക്കുന്നത്. പുരോഹിതന്മാർ കൂലി വാങ്ങി പഠിപ്പിക്കുന്നു. പ്രവാചകന്മാർ ദൈവത്തിൻ്റെ വചനം അറിയിക്കേണ്ട ആൾക്കാരാണ്. അവരെന്ത് ചെയ്യുന്നു? പ്രവാചകന്മാർ പണത്തിന് വേണ്ടി ഭാവി പറഞ്ഞു കൊടുക്കുന്നു, ഈ കൈനോട്ടക്കാരെ പോലെ. ഇതാണോ നമ്മുടെ പ്രവാചകന്മാർ? പുരോഹിതന്മാരെക്കുറിച്ചും പ്രവാചകന്മാരെക്കുറിച്ചും ന്യായാധിപന്മാരെക്കുറിച്ചും ഉള്ള രേഖയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇന്നും അതിൽ വലിയ വ്യത്യാസം വന്നിട്ടില്ലല്ലോ എന്ന ദുഃഖമാണ് നമുക്കുണ്ടാകേണ്ടത്. അത്യാഗ്രഹം അതൊരു ആവശ്യമില്ലാത്തൊരു കാര്യമാണ്, പാടില്ലാത്തതാണ്. അതിന് ചില സ്വാഭാവിക ഫലങ്ങളുണ്ട്, അതുകൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ കാര്യം, മോഷണം നടത്തുന്നു. ആഗോറിൻ്റെ താഴ്വര എന്നൊരു താഴ്വര പഴയ നിയമത്തിൽ നമ്മൾ വായിക്കാൻ സാധിക്കും. അതെന്താണ്, അവിടെ എന്താണ് പറ്റിയത് എന്ന് നമ്മൾ അറിയണം. ജെറീക്കോ പട്ടണം പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒന്നും എടുക്കരുതെന്ന് കർത്താവ് കൽപ്പന നൽകിയിരുന്നു. ജെറീക്കോ പട്ടണം പിടിച്ചെടുത്ത് ഒന്നും എടുക്കരുത്. എന്നാൽ യൂദാഗോത്രത്തിലെ ആഖാൻ, യൂദാഗോത്രത്തിലെ ആളാണ്, നിഷിദ്ധ വസ്തുക്കളിൽ നിന്നും ഷീനാറിൽ നിന്നുള്ള അതിവിശിഷ്ടമായ ഒരു മേലങ്കി, 200 ഷെക്കൽ വെള്ളി, 50 ഷെക്കൽ സ്വർണ്ണക്കട്ടി എന്നിവയെല്ലാം എടുത്ത് തൻ്റെ കൂടാരത്തിന് ഉള്ളിൽ കുഴിച്ചിട്ടു. തന്മൂലം കർത്താവിൻ്റെ കോപം ഇസ്രായേൽ ജനത്തിനെതിരെ ജ്വലിച്ചു. കോപം ജ്വലിക്കുന്നതാണ് കർത്താവിൻ്റെ കോപം. ആയിപ്പട്ടണം പിന്നീട് അവർ ആക്രമിക്കാൻ പോയി. ഇസ്രായേൽ ജനം, അവർ അതിൽ തോറ്റ് പിൻവാങ്ങേണ്ടി വന്നു. എന്താണ് കാരണമെന്ന് അന്വേഷിക്കുകയാണ്. പിന്നെ കർത്താവിൻ്റെ കൽപ്പന പ്രകാരം ജോഷുവ ഒരു ശുദ്ധീകരണ പ്രക്രിയ അങ്ങ് നടത്തി. ആഖാൻ തൻ്റെ കുറ്റം സമ്മതിച്ചു. ആഖാനെയും അവൻ്റെ സമസ്ത വസ്തുക്കളെയും ആഗോർ താഴ്വരയിൽ കൊണ്ടുവന്നു കല്ലെറിഞ്ഞ് കൊന്നുകളഞ്ഞു. വസ്തുവകകൾ അഗ്നിക്ക് ഇരയാക്കി. അവൻ്റെ മേലൊരു വലിയ കൽക്കൂമ്പാരം ഉണ്ടാക്കി. അത് ഇന്നും അവിടെയുണ്ട്. ജോഷുവ 7:26 പറയുന്നു, ഇന്നും ആ സ്ഥലം ആഗോറിൻ്റെ താഴ്വര എന്ന് അറിയപ്പെടുന്നു. അത്യാഗ്രഹത്തിൻ്റെ ഫലമാണത്. മോഷണം ചെയ്യാനും ഇങ്ങനെയെല്ലാം സംഭവിക്കാനും അത് ഇടയാക്കി. മറ്റൊരു ദൂഷ്യഫലമെന്ന് പറയുന്നത് അനുസരണക്കേട് കാണിക്കും. സാവൂൾ കർത്താവിനോട് കാണിച്ച അനുസരണക്കേട് 1 ശമൂവേൽ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. സൈന്യങ്ങളുടെ കർത്താവ് ശമൂവേൽ പ്രവാചകൻ വഴി സാവൂളിനോട് അമലേക്കരെയെല്ലാം വധിക്കാനും അവർക്ക് ഉള്ളതെല്ലാം നശിപ്പിക്കാനും അരുളി ചെയ്തു. എന്നാൽ രാജാവ് അമലേക്കരെ എല്ലാം നശിപ്പിച്ചു എങ്കിലും കൊള്ള വസ്തുക്കളിൽ ഏറ്റവും നല്ല ആടുമാടുകളെ ബലിയർപ്പിക്കുന്നതിന് വേണ്ടി ഗിൽഗാലിൽ അങ്ങ് കൊണ്ടുവന്നു. നശിപ്പിക്കാനാണല്ലോ കർത്താവ് പറഞ്ഞിരുന്നത്. 1 ശമൂവേൽ 15:22 പറയുന്നു. ശമൂവേൽ പറയുകയാണ്, തൻ്റെ കൽപ്പന അനുസരിക്കുന്നതോ ദഹനബലികളും മറ്റ് ബലികളും അർപ്പിക്കുന്നതോ കർത്താവിന് പ്രീതികരം. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. മുട്ടാടുകളുടെ
മേധസ്സിനേക്കാൾ ഉത്കൃഷ്ടം. ഇത് നമ്മൾ കാണാൻ പഠിക്കുന്ന പലരും. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. ബലികളൊക്കെ അർപ്പിച്ചു, അതല്ല പ്രധാന സംഗതി. കർത്താവിൻ്റെ വാക്കുകളെ അനുസരിക്കുക. സങ്കീർത്തനം 10:3 പറയുന്നു, ദുഷ്ടൻ തൻ്റെ ദുരാഗ്രഹങ്ങളെക്കുറിച്ച് വമ്പ് പറയുന്നു, അത്യാഗ്രഹി കർത്താവിനെ ശപിച്ചു തള്ളുന്നു. സുഭാഷിതങ്ങൾ 28:16 പറയുന്നു, ബുദ്ധിശൂന്യനായ രാജാവ് പ്രജകളെ ക്രൂരമായി പീഡിപ്പിക്കുന്നു, കൊള്ളലാഭം വെറുക്കുന്നവന് ആയുസ് വർദ്ധിക്കും. കൊള്ളലാഭം വെറുക്കുന്നവന് ആയുസ് വർദ്ധിക്കും. ചില ആൾക്കാർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല, നിഷ്കാസിതരാണ്. ലിസ്റ്റ് ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നീതിയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 5:20, നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരീസ്യരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രവേശിക്കാൻ പോലും ഒക്കത്തില്ല. നിയമജ്ഞരുടെയും ഫരീസ്യരുടെയും നീതിയെ അതിശയിക്കുന്ന നീതി ആകണം നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടത്, അല്ലെങ്കിൽ കയറുകയേയില്ല. രണ്ടാമത് യേശു പറയുന്നൊരു കാര്യമുണ്ട്, ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കണം, അല്ലെങ്കിൽ കയറാനൊക്കത്തില്ല. മർക്കോസ് 10:15 സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുക ഇല്ല. മൂന്നാമതൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, അസാന്മാർഗികളും വിഗ്രഹാരാധികളും അവകാശമാക്കുകയില്ല. വിഗ്രഹങ്ങളെ ആരാധിച്ച് അങ്ങ് ചെല്ലാമെന്നൊന്നും വിചാരിച്ചാൽ ഒക്കത്തില്ല. നമ്മൾ കൈകൊണ്ടുണ്ടാക്കുന്ന ദൈവങ്ങളെന്ന് പറയുന്ന ഈ വസ്തുക്കളെ ആരാധിച്ചിട്ട് ഞാനങ്ങ് പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സ്വർഗത്തിൽ കയറത്തില്ല. 1 കൊരിന്ത്യർ 6:9-10 അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ വഞ്ചിതരാകരുത്. അസാന്മാർഗികളും വിഗ്രഹാരാധകരും വ്യഭിചാരികളും സ്വർഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശം ആക്കുകയില്ല. അവസാനം അനുദപിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലൊന്നും കാര്യം നടക്കത്തില്ല. എപ്പോഴാണ് നമ്മളെ വിളിക്കുന്നത് നമുക്കറിയത്തില്ലല്ലോ. മദ്യപന്മാരുടെ കാര്യവും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിച്ചോണം. ഇനിയും പറയുന്നത്, നമ്മുടെ പേര് ജീവഗ്രന്ഥത്തിൽ എഴുതപ്പെടണം, ഇല്ലെങ്കിൽ കയറത്തില്ല. ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവർ പ്രവേശിക്കുകയില്ല. വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ, പേരില്ലാത്തവർക്ക് വോട്ട് ചെയ്യാനൊക്കാതെ വരുന്നു. പക്ഷേ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരാരും സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയില്ല. വെളിപാടിൻ്റെ 21:27 പറയുന്നു, കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ. അശുദ്ധമായതൊന്നും മ്ലേച്ഛതയും കൗടല്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല. വെളിപാടിൻ്റെ 21:8 പറയുന്നു, ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ, കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകവുമായിരിക്കും. ഇതാണ് രണ്ടാമത്തെ മരണം. ഇനി നമുക്ക് അടുത്ത വാക്യത്തിൽ കയറാം. 5:6 ഞാൻ വായിക്കുന്നു, ആരും അർദ്ധശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഇവ മൂലം അനുസരണമില്ലാത്ത മക്കളുടെ മേൽ ദൈവത്തിൻ്റെ ക്രോധം നിപതിക്കുന്നു. നമ്മൾ വഞ്ചിക്കപ്പെടരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അർദ്ധശൂന്യമായ വാക്കുകൾ കൊണ്ട് ആരും നിങ്ങളെ വഞ്ചിക്കരുത്. വഴി തെറ്റിക്കുന്ന ചില ആൾക്കാരുണ്ട്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 4-5 വാക്യങ്ങൾ. യേശു പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ച് കൊള്ളുവീൻ. പലരും എൻ്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണ് എന്ന് പറയുകയും അനേകരെ വഴിതെറ്റിക്കുകയും ചെയ്യും. വിശ്വാസത്തെ സംബന്ധിച്ച് ബൈബിളിൽ എഴുതപ്പെട്ടവയുണ്ട്, ലിഖിതങ്ങൾ. നമ്മൾ മനസ്സിലാക്കി വിശ്വസിക്കാൻ വേണ്ടിയാണ്. അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പഠിപ്പിച്ചതല്ലാതെ വേറെ ആരെങ്കിലും എന്തെങ്കിലും വന്ന് അത് സ്വർഗത്തിലെ മാലാഖ വന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും സ്വീകരിക്കരുത്. അങ്ങനെ ചില വഞ്ചിതരായി പോകുന്ന പലരുമുണ്ട്. കർത്താവിൻ്റെ നാമത്തിൽ അവിടെ ഒരാൾ പ്രത്യക്ഷപ്പെട്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നല്ലോ, അങ്ങനങ്ങ് ചെയ്യാം. ഇല്ല, അങ്ങനെ ചെയ്യാനല്ല നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ബൈബിളിൽ ലിഖിതങ്ങളുണ്ട്, അത് മാത്രം നമ്മൾ ചെയ്താൽ മതി. അതിനെതിരായിട്ട് ചെയ്യുന്ന പലതും വിശ്വാസത്തിനെതിരായിട്ടാണ് ചെയ്യുന്നത്. പ്രലോഭനം വന്നപ്പോൾ യേശു അവനോട് എന്താ പറഞ്ഞത്? ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, അവനെ പരീക്ഷിക്കരുത്. എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതിൽ പ്രത്യേകതയുണ്ട്. നമ്മൾ വായിച്ച് ആ വിശ്വാസം ജീവിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനല്ലാതെ വേറെ രീതിയിലൊന്നും ആരെങ്കിലും പറഞ്ഞു എന്നൊന്നും പറഞ്ഞ് നമ്മൾ വിശ്വസിക്കരുത്. ലിഖിതങ്ങളുണ്ട്, അതാണ് ബൈബിൾ. അതിൻ്റെ അകത്ത് മാത്രം നോക്കിയാൽ മതി. ക്രിസ്തു അവിടെ വന്നിട്ട് അങ്ങനെ പറഞ്ഞു, വേണ്ട ഇറങ്ങാനും അവിടെ വന്നെന്ന് പറഞ്ഞാൽ കാണാനൊന്നും ഓടിപ്പോകണ്ട, അങ്ങനെയൊന്നും വരത്തില്ല. രണ്ടാമത് വരും എന്നുള്ളത് അത് വേറൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ബൈബിളിനെതിരായിട്ട് ബൈബിളിൽ പറയാത്ത പല കാര്യങ്ങളും പലരും ചെയ്യുന്നു. ആവശ്യമില്ല, ചെയ്യരുത്. അത് സൂക്ഷിച്ചു കൊള്ളാനാണ് കർത്താവ് തന്നെ നമ്മളോട് പറഞ്ഞത്. പൗലോസ് തെസ്സലോനിക്ക ലേഖനത്തിൽ ഒരു കാര്യം എഴുതിയിരിക്കുന്നു, അരാജകത്വത്തിൻ്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടും. 2 തെസ്സലോനിക്ക 2-ാം അധ്യായം 3-4 വാക്യങ്ങൾ. ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ, എന്തെന്നാൽ ആ ദിവസത്തിന് മുമ്പ് വിശ്വാസത്യാഗമുണ്ടാകുകയും നാശത്തിൻ്റെ സന്താനമായ അരാജകത്വത്തിൻ്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവം എന്ന് വിളിക്കപ്പെടുന്നതോ ആരാധനാ വിഷയമായതോ ആയ എല്ലാറ്റിനെയും അവൻ എതിർക്കുകയും അവയ്ക്ക് ഉപരി തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. അതുവഴി താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ദൈവത്തിൻ്റെ ആലയത്തിൽ സ്ഥാനം പിടിക്കും. ഇത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് എഴുതിയിരിക്കുകയാണ്. അതിൻ്റെ സൂചനയെങ്കിലും ഇപ്പം നമ്മൾ മനസ്സിലാക്കണം. വിശ്വാസത്യാഗം ഉണ്ടാകും. വിശ്വാസികൾ വർദ്ധിച്ചു വരുന്നോ കുറഞ്ഞു പോകുന്നോ എന്നൊക്കെ നമ്മൾ പഠന വിഷയമാക്കുന്നത് നല്ലതാണ്. ചില രാജ്യങ്ങളിൽ ദേവാലയങ്ങളിൽ ചെല്ലുന്ന ജനങ്ങൾ, പ്രത്യേകിച്ച് കുട്ടികൾ, വളരെ കുറഞ്ഞു പോകുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നു. കുട്ടികളെയൊക്കെ സജീവമാക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നുണ്ട് ഭാരതത്തിൽ. പക്ഷേ എത്രയോ പേരാണ് തെറ്റിപ്പോകുന്നത്. വിശ്വാസത്യാഗം ഉണ്ടാകുന്നു. അപ്പോൾ നാശത്തിൻ്റെ സന്താനമായ അരാജകത്വത്തിൻ്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടും. അവന് ദേവാലയത്തിലങ്ങ് സ്ഥാനം പിടിക്കും. താൻ ദൈവമാണെന്നങ്ങ് പ്രഖ്യാപിക്കും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകും. ഞാനാണ് ദൈവം എന്ന് പറഞ്ഞ് ദേവാലയത്തിൽ സ്ഥാനം പിടിച്ചിട്ട് അവൻ പറയുന്നത് പോലെ എല്ലാം ചെയ്യണമെന്നുള്ള നിർബന്ധ ബുദ്ധി ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളെ വിശ്വാസത്തെ സംബന്ധിച്ച് ആധികാരികമായിട്ടും അടിസ്ഥാനപരമായിട്ടും ഏതാണ് സ്വീകരിക്കേണ്ടത്? അതാണ് വിശുദ്ധ ലിഖിതങ്ങൾ, എഴുതപ്പെട്ട ദൈവവചനങ്ങൾ എന്ന് പറയുന്നത്. മറ്റൊത്തിരി ഐതിഹ്യങ്ങളും കേട്ടുകേഴ്വികളും ഒക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നത്. പരിച്ഛേദനവാദികളുണ്ട്, അവരെയും നമ്മളൊന്ന് ശ്രദ്ധിച്ചോണം. ഫിലിപ്പിയർ
3 2-3 വാക്യങ്ങൾ. നായ്ക്കളെയും തിന്മകൾ പ്രവർത്തിക്കുന്നവരെയും പരിച്ഛേദനവാദികളെയും സൂക്ഷിച്ചുകൊള്ളുവീൻ. നമ്മളാണ് യഥാർത്ഥ പരിച്ഛേദിതർ. ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും യേശുക്രിസ്തുവിൽ അഭിമാനം കൊള്ളുകയും ജഡത്തിൽ ശരണം വയ്ക്കാതിരിക്കുകയും ചെയ്യുന്ന നമ്മളത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോണം. ഫിലിപ്പിയർക്ക് പൗലോസ് എഴുതിയിരിക്കുകയാണ്, നമ്മൾ ചിലരെയൊക്കെ സൂക്ഷിക്കണം. നായ്ക്കളെയും തിന്മകൾ പ്രവർത്തിക്കുന്നവരെയും പരിച്ഛേദനവാദികളെയും. 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. നായ്ക്കൾ എന്ന് പറയുന്നത് യഹൂദന്മാർ പുറജാതികളെ നായ്ക്കൾ എന്ന് വിളിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പുറജാതിക്കാർ സ്ത്രീയോട് യേശു പറയുമ്പോൾ ആ നാട്ടിലൊരു പ്രയോഗമാണ് നായ്ക്കൾ എന്ന് പറയുന്നത്. പുറജാതികളെ ഉദ്ദേശിച്ചാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ പുറജാതിക്കാരെ ഒന്ന് ശ്രദ്ധിക്കണം, സൂക്ഷിച്ചോണമെന്ന് പറയുന്നതിന് കാരണം ആദ്യമേ നമ്മളൊന്ന് കണ്ടല്ലോ, മറ്റ് മതക്കാരുടെ ആചാരാനുഷ്ഠാനങ്ങളാൽ ആകർഷിക്കപ്പെട്ട് അങ്ങോട്ട് വീണു പോകരുത്. ചില ദേവന്മാരെയൊക്കെ ഉണ്ടാക്കി തോളത്ത് വെച്ചുകൊണ്ട് ഉത്സവം നടത്തുന്ന പതിവ് ഹിന്ദുക്കളുടെ ഇടയിലും മറ്റ് ജാതികളുടെ ഇടയിലും കാണും. അതേ പ്രകാരം അതുപോലെ ചില വിഗ്രഹങ്ങളുണ്ടാക്കി തോളത്ത് വെച്ച് മുന്നോട്ട് കൊണ്ട് നടന്നു പോയാൽ സ്വർഗരാജ്യത്തിന് അവകാശം കിട്ടുമെന്നൊന്നും ആരും വിചാരിക്കരുത്. അങ്ങനൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ഒന്നാമതേ വിഗ്രഹം പാടില്ല. അതിനെ തോളത്ത് വെച്ചുകൊണ്ട് ഉത്സവം ആഘോഷിച്ചിട്ട് ഉത്സവക്കാർ എന്തെല്ലാമാ പ്രവൃത്തി ചെയ്യുന്നത് ഇവിടെ ആൾക്കാർക്കറിയാം. ഇങ്ങനൊന്നും ചെയ്യരുത്. അതുകൊണ്ടാണ് സൂക്ഷിച്ചു കൊള്ളണം എന്ന് പൗലോസ് പറയുന്നത്. തിന്മകൾ പ്രവർത്തിക്കുന്നവരെയും അവരെ നമ്മൾ സൂക്ഷിച്ചോണം. 3 പരിച്ഛേദനവാദികൾ ആ ഒരു കാര്യം സൂചിപ്പിക്കുന്നത് യഹൂദന്മാരുടെ ഇടയിൽ വിശ്വാസികളായെങ്കിലും ഈ പരിച്ഛേദനകർമ്മം നടത്തണമെന്ന് വാദിക്കുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു. പൗലോസ് അപ്പോസ്തലനെ എത്രയോ എതിർത്തിട്ടുണ്ട്. ഒരു തീരുമാനം ജെറുസലേമിൽ വെച്ച് എടുത്തതാണ്. പരിച്ഛേദനകർമ്മമൊന്നുമല്ല ഒരാളെ സ്വർഗത്തിലോട്ട് കൊണ്ടുപോകുന്നത്. യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കണം. അവരാണ് സ്വർഗരാജ്യത്തിന് അവകാശികൾ. അല്ല ഈ ഒരു കർമ്മം ചെയ്യുന്നതിലല്ല, ശരീരത്തിൻ്റെ ഒരു ഭാഗത്തിൻ്റെ അല്പം സ്കിന്ന് കട്ട് ചെയ്യുന്നതാണോ സ്വർഗരാജ്യത്തിന് അവകാശി? അങ്ങനെയല്ലല്ലോ. അബ്രാഹത്തിന് വാഗ്ദാനം ലഭിച്ചത് തന്നെ പരിച്ഛേദന കർമ്മം ചെയ്യുന്നതിന് മുമ്പാണെന്ന് പൗലോസ് എടുത്ത് പറയുന്നുണ്ട്. പരിച്ഛേദന കർമ്മമല്ല അവന് വാഗ്ദാനത്തിന് യോഗ്യനായത്. വാഗ്ദാനം ലഭിച്ചതിന് ശേഷം അടയാളം എന്നുള്ള നിലയിൽ പരിച്ഛേദന കർമ്മം സ്വീകരിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പ്രശ്നം ആദിമ ക്രിസ്തീയ സഭയിൽ ഒരു പ്രശ്നമായിരുന്നു. അതിനൊരു തീരുമാനമൊക്കെ എടുത്തു. വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ അത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഈ പരിച്ഛേദന കർമ്മം പോലെയുള്ള ചില കാര്യങ്ങളിൽ വാദിച്ച് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറയുന്നവർ ധാരാളം ഇന്ന് സഭകളിലുണ്ട്. നമ്മളുടെ സഭകളിൽ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും വാക്ക് തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാകുന്നത് ഏത് കാര്യത്തെക്കുറിച്ചാണ്? അത് നമ്മൾ ഓർക്കണം. പരിച്ഛേദനവാദത്തെക്കാട്ടിൽ നിസ്സാരമായ പല പ്രശ്നങ്ങളും പറഞ്ഞാണ് ഇന്ന് വഴക്കുണ്ടാക്കുന്നത്. എങ്ങോട്ടാ തിരി നിൽക്കേണ്ടത്? പ്രാർത്ഥിക്കുമ്പോൾ എത്ര മെഴുകുതിരിയാ കത്തിച്ചവിടെ വെക്കേണ്ടത്? കർത്താവ് പറഞ്ഞോ ഈ മെഴുകുതിരി കത്തിച്ചവിടെ വെക്കാൻ? അല്ല, വേദപുസ്തകം ഇങ്ങനെ ഒരിടത്ത് കൊണ്ട് വെക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? വായിക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്? വായിക്കുകയും പഠിക്കുകയും ചെയ്യണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? കൊണ്ടൊരിടത്ത് വെച്ചേക്കണമെന്ന്. ആരും പിന്നെ നോക്കത്തുമില്ല, പൊടിയും അടിക്കും. ഇതാണോ കർത്താവ് പറഞ്ഞത്? അങ്ങനെ കർത്താവ് പറഞ്ഞിട്ടില്ല. വായിച്ച് പഠിക്കാനാ,
വായിക്കാനാണല്ലോ എഴുതി തന്നിരിക്കുന്നത്. അപ്പോൾ ചില കർമ്മങ്ങൾ നടത്തി ആ കർമ്മം മൂലം അങ്ങ് സ്വർഗത്തിലോട്ട് ചെല്ലാമെന്നൊന്നും വിചാരിക്കരുത്. സ്നാനത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്കറിയാം. ഇപ്പം ചിലർ പറഞ്ഞ്, കഴിഞ്ഞൊരു പ്രസംഗത്തിൽ ഞാൻ കേട്ടതാണ്, വയറ്റിൽ കിടക്കുന്ന ചാവുപിള്ളയെ കൂടെ വിശ്വാസ സ്നാനം അങ്ങ് നടത്താൻ, അങ്ങ് കൈ തൊട്ടങ്ങ് സ്നാനം നടത്താൻ, മരിച്ചു പോകുന്ന കുഞ്ഞുങ്ങളെ അങ്ങ് പെട്ടെന്ന് സ്നാനപ്പെടുത്തിക്കോളാൻ. അങ്ങനെ കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? അപ്പം അങ്ങനെയുള്ള വാദങ്ങളിലോട്ടൊന്നും കയറരുത്. ബൈബിൾ പഠിപ്പിക്കുന്ന അനുസരിച്ച് അങ്ങ് ചെയ്താൽ മതി. ക്രിസ്തുവിനുള്ള വിശ്വാസം അതാണല്ലോ കർത്താവ് പറഞ്ഞത്, മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ അവനിൽ നോക്കുന്നവരൊക്കെ നിത്യജീവൻ പ്രാപിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളാണ് യഥാർത്ഥ പരിച്ഛേദിതർ. പൗലോസ് പറയുകയാണ്, പരിച്ഛേദിതരാണ് എന്ന് പറഞ്ഞാൽ വേണ്ടാത്തതൊക്കെ മാറ്റിയവരാണ്. ക്രിസ്തുവിനോടുകൂടി നമ്മൾ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നതിൻ്റെ അർത്ഥം അതാ. പഴയ മനുഷ്യനെ നമ്മൾ ഉരിഞ്ഞ് കളഞ്ഞിരിക്കുന്നു. പരിച്ഛേദന കർമ്മം എന്ന് പറഞ്ഞാൽ അതതിൻ്റെ അർത്ഥം. പഴയ മനുഷ്യനെ നമ്മൾ നീക്കി കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ യഥാർത്ഥ പരിച്ഛേദിതരാണ്. പൗലോസ് ഒന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ആരാണ് യഥാർത്ഥ പരിച്ഛേദിതർ? ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും യേശു ക്രിസ്തുവിൽ അഭിമാനം കൊള്ളുകയും ജഡത്തിൽ ശരണം വയ്ക്കാതിരിക്കുകയും ചെയ്യുന്ന നമ്മൾ. 3 കാര്യങ്ങളാണ് യഥാർത്ഥ പരിച്ഛേദിതർ ആരാണെന്ന് പൗലോസ് വ്യക്തമാക്കുന്നത്. ദൈവത്തെ ആത്മാവിൽ ആരാധിക്കണം. ദൈവത്തെ ആരാധിക്കണം. ആരാധിക്കേണ്ടത് എങ്ങനെയാണെന്ന് തന്നെ പലർക്കും അറിയത്തില്ലല്ലോ. ശമരിയക്കാരി സ്ത്രീ യേശുവിൻ്റെ സന്നിധിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ആദ്യം അവൾക്ക് മനസ്സിലായില്ല, പിന്നീട് യേശുവിനെ അവൾ മനസ്സിലാക്കിയെടുക്കുന്നു. അപ്പോൾ അവൾ യേശുവിനോടൊരു സംശയം ചോദിച്ചു. ഞങ്ങൾ ഈ മലയുടെ മേളിൽ ആരാധിക്കുന്നത്, നിങ്ങൾ ജെറുസലേമിൽ ആരാധിക്കുന്നത്, നിങ്ങൾക്ക് വലിയ നിർബന്ധമുണ്ട് ജെറുസലേം ദേവാലയത്തിൽ വന്ന് ആരാധിക്കണമെന്ന്. അവിടെ കയറാൻ ഞങ്ങൾക്ക് അവകാശവുമില്ലല്ലോ. ഈ മലയിൽ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ എവിടെ വെച്ചാണ് ആരാധിക്കേണ്ടത്? അവൾക്ക് ആ ഒരു സംശയം അവിടെ വെച്ച് യേശുക്രിസ്തുവിനോട് ചോദിക്കാൻ തോന്നിയല്ലോ എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അതിനുത്തരം കൂടെ കിട്ടിയപ്പോഴാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ യേശു പറഞ്ഞു, ആ മലയിലുമല്ല ഈ മലയിലുമല്ല യേശുവിനെ ആരാധിക്കേണ്ടത്. യേശുവിനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ദൈവം ആത്മാവും സത്യവുമാകുന്നു. ആത്മാവിൽ ആരാധിക്കണം, അതാണ് ആരാധന. അല്ലാതെ ഞാൻ ആ ദേവാലയത്തിൽ പോയി 3 പ്രാവശ്യം ഒരു വർഷം പോയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതൊന്നുമല്ല ഈ ആരാധന. ഈ മലയിൽ കയറി അവിടെ ഏതാണ്ട് ബലിയർപ്പിച്ചെന്ന് പറഞ്ഞാൽ അതുമല്ല ആരാധന. ഏതാണ്ടൊരു ചടങ്ങ് നടത്തിയെന്ന് പറയുന്നതല്ല ആരാധന. ആരാധന ആത്മാവിൽ നടത്തിയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആത്മാവിലെന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറഞ്ഞിരിക്കണമെന്നതിൻ്റെ അർത്ഥം. പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറയണം. നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെങ്കിൽ നമ്മളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഞരങ്ങി പ്രാർത്ഥിക്കുമെന്ന് വാചകം ബൈബിളിലുണ്ട്. നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം. ആത്മനിറവിലായിരിക്കണം. നിറഞ്ഞു നിൽക്കണം. നിറഞ്ഞു നിൽക്കുമ്പോഴാണ് അത് കവിഞ്ഞ് ഇങ്ങോട്ട് വരത്തൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണല്ലോ യേശു ആ സ്ത്രീയോട് തന്നെ പറഞ്ഞത്, നീ ജീവജലം വെള്ളത്തിന് വേണ്ടി വന്നതല്ലേ, നീ എന്നോട് ചോദിക്കേ, ഞാൻ നിനക്ക് ജീവൻ്റെ ജലം തരാം. അവൾ പച്ചവെള്ളം പോലും എന്നെ വാങ്ങിച്ചില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കുട അവിടെ വെച്ചാൽ പോടി നാട്ടിലോട്ട് ചെന്നിട്ട് ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വന്നത്. അവരൊക്കെ യേശുവിൻ്റെ വചനം കേട്ട് വിശ്വസിച്ചു. ജീവജലത്തിൻ്റെ നദി ഞാൻ തരാം, വെള്ളം, നീ അത് ഉപയോഗിക്കൂ, നീ അത് കുടിക്കൂ, നിന്നിൽ നിന്ന് ജീവജലത്തിൻ്റെ നദി പുറപ്പെടും. ജീവജല തരുവാൻ കഴിവുള്ളവൻ അവനാ യേശു. അവനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കണം. ആത്മനിറവ് വേണം. യേശു കാനായിൽ വിരുന്നിന് കല്യാണത്തിന് തീർന്നു പോയപ്പോൾ ആ ഭരണികളിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞല്ലേ. എത്ര പകുതി എന്ന് വെച്ചാൽ കളഞ്ഞു പോകാതിരിക്കത്തക്കവണ്ണം ഒരു 3/4 ഭാഗം മതിയെന്നാണോ യേശു പറഞ്ഞത്? മക്കോളം നിറച്ചു.
ഇങ്ങനെ ചിലപ്പം തൊട്ടാൽ ഇങ്ങനെ കുലുങ്ങും. അതുപോലെ വക്കോളം നിറച്ചു. യേശു അതെല്ലാം വെള്ളത്തെ വീഞ്ഞാക്കി. പരിശുദ്ധാത്മാവ് നിറവിനെയായി ഇത് സൂചിപ്പിക്കുന്നത്. നിറയണം. ഒരു കുറച്ച് ഉണ്ട്, മാമോദീസ മുങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് ഇച്ചിരി എൻ്റെ ഉള്ളിലോട്ട് കയറി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നോക്കത്തില്ല. പരിശുദ്ധാത്മാവിനാൽ നിറയണം, കവിഞ്ഞ് ഒഴുകണം, ജീവജല നദി പുറപ്പെടണം, വെളിയിലോട്ട് പുറപ്പെടത്തക്കവണ്ണം നിറഞ്ഞിരിക്കണം. അപ്പോഴാണ് ആത്മാവിൽ ആരാധിക്കുവാൻ സാധിക്കുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിൽ അഭിമാനം കൊള്ളണം. നമുക്കൊരു അഭിമാനമുണ്ടെങ്കിൽ ആരിലാണ് അഭിമാനമുള്ളത്? യേശു ക്രിസ്തുവിൽ അഭിമാനം കൊള്ളണം. ചില വലിയ വീട്ടിലെ ആൾക്കാരെന്ന് പറയുന്ന ചില കുട്ടികൾ, ഞാൻ ഇന്ന വീട്ടിലെയാ, ഇന്നാരുടെ മോന എന്നൊക്കെ പറയുമ്പോൾ അവൻ അഭിമാനം കൊള്ളുന്ന ആരില്ല? അവൻ്റെ അപ്പൻ്റെ പേരിലോ അവൻ്റെ കുടുംബത്തിൻ്റെ പേരിലോ. നമുക്ക് അഭിമാനം കൊള്ളാം. ആരുടെ പേരിൽ? യേശു ക്രിസ്തുവിൽ അഭിമാനം കൊള്ളണം. ഞാൻ യേശു ക്രിസ്തു അവൻ്റെ പുത്രനാണ് എന്നുള്ള അഭിമാനം. എനിക്കൊന്നിനും കുറവില്ല. എൻ്റെ അപ്പൻ സർവവും കയ്യിൽ താങ്ങുന്നവൻ, ചോദിച്ചാൽ തരുന്നവൻ. ദോഷികളായ നിങ്ങൾ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി നന്മകൾ നൽകുകയില്ല. എൻ്റെ പിതാവിനെല്ലാം ഉണ്ട്. അഭിമാനം കൊണ്ടോളൂ, അഭിമാനത്തോടുകൂടി സംസാരിച്ചോളൂ. ക്രിസ്തുവിൽ അഭിമാനം കൊള്ളണം. മൂന്നാമത് പറഞ്ഞിരിക്കുന്ന പോയിൻ്റ്, ജഡത്തിൽ ശരണം വയ്ക്കാതിരിക്കണം. ജഡം അറിയാമല്ലോ, ലോകം സംബന്ധമായ കാര്യങ്ങളാണ്. അതിൽ നമുക്ക് ശരണം വയ്ക്കേണ്ട. നാളെ നിൻ്റെ ആത്മാവിനെ തിരികെ ചോദിച്ചാൽ എന്ത് കൊടുക്കുമെന്നാണ് ചോദിച്ചത്. നമ്മുടെ ശരണം ഈ ജഡത്തിൽ ആയിരിക്കരുത്. അങ്ങനെയുള്ള 3 കാര്യങ്ങളാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ളവരാണ് യഥാർത്ഥ പരിച്ഛേദിതർ. വേണ്ടാത്തൊക്കെ വെട്ടിക്കളഞ്ഞവർ അവർ യഥാർത്ഥ പരിച്ഛേദിതർ. 3 കാര്യങ്ങൾ ഇതൊക്കെയാണ്. ആത്മാവിൽ ആരാധിക്കണം, ക്രിസ്തുവിൽ അഭിമാനം കൊള്ളണം, ജഡത്തിൽ ശരണം വയ്ക്കാതിരിക്കണം. ഇങ്ങനെയുള്ളവരായിരിക്കണം നമ്മളെല്ലാം. 3 നോയമ്പ് തുടങ്ങുകയാണല്ലോ അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. നമ്മൾ യഥാർത്ഥ പരിച്ഛേദിതരായിരിക്കണം. വേണ്ടാത്തൊക്കെ കളയണം. പുതിയ മനുഷ്യൻ ക്രിസ്തുവിനെ ധരിക്കണം. ആത്മാവിൽ ആരാധിക്കണം, യേശു ക്രിസ്തുവിൽ അഭിമാനം കൊള്ളണം, ജഡത്തിൽ ശരണം വയ്ക്കാതിരിക്കണം. അതാണ് ഉപവാസവും പ്രാർത്ഥനയും എന്ന് പറയുന്നത്. 3 നോയമ്പെന്ന് പറയുന്നത് അങ്ങനെ വേണം നമുക്ക് എടുക്കാൻ. ഇനി അടുത്ത പോയിന്റിൽ നമുക്ക് സൂക്ഷിക്കണമെന്ന് പറഞ്ഞ ചില കാര്യങ്ങളാണ്. 4-ാമത്തെ കാര്യം, വ്യർത്ഥ പ്രലോഭനവും തത്വചിന്തയും. അതൊന്നും നമ്മൾ സൂക്ഷിച്ചോണം. കൊളോസോസ് ലേഖനത്തിൽ 2:8, ക്രിസ്തുവിനെ യോജിക്കാത്തതും പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്കും മാനുഷിക പാരമ്പര്യത്തിനും മാത്രം ചേർന്നതുമായ വ്യർത്ഥ പ്രലോഭനത്തിനും തത്വചിന്തയ്ക്കും ആരും നിങ്ങളെ ഇരയാക്കാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ക്രിസ്തുവിന് യോജിക്കാത്ത കാര്യങ്ങളാണോ? ബൈബിളിൽ നോക്കിയാൽ അറിയാം. പിന്നെ ചിലത് പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്കും മാനുഷിക പാരമ്പര്യത്തിനും മാത്രം ചേർന്ന ചില കാര്യങ്ങളുണ്ട്. ആ വെറുതെ പ്രലോഭനങ്ങളൊന്നും നമ്മൾ വീണു പോകരുത്. ചില തത്വചിന്തകൾ കൊണ്ടുവരും, ബൈബിൾ അനുസരിക്കാത്തതൊക്കെയാണ്. അതിലൊന്നും നമ്മൾ ഇരയാകാതെ ശ്രദ്ധിച്ചോണം. അടുത്ത പോയിൻ്റ്, നമ്മൾ സ്ഥൈര്യം നഷ്ടപ്പെടുത്തരുത്. 2 പത്രോസ് 3:16, 17, 18 വാക്യങ്ങളിൽ അറിവില്ലാത്തവരും ചഞ്ചല മനസ്കരുമായ ചിലർ മറ്റു മനുഷ്യരെ പോലെ, മറ്റ് വിശുദ്ധ ലിഖിതങ്ങളെപ്പോലെ അവയെയും എന്ന് പറഞ്ഞാൽ പൗലോസിൻ്റെ ലേഖനങ്ങളെക്കുറിച്ച് പത്രോസ് പറയുകയാണ്. പൗലോസിൻ്റെ ലേഖനങ്ങളെയും തങ്ങളുടെ നാശത്തിനായി വളച്ചൊടിക്കുന്നു. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇക്കാര്യം മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് ദുഷ്ടരുടെ തെറ്റിനെ അനുകരിച്ച് നിങ്ങൾ സ്ഥൈര്യം നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുവീൻ. യേശു ക്രിസ്തുവിൻ്റെ കൃപയിലും അറിവിലും നിങ്ങൾ വളരുവീൻ. ഒന്ന് പറഞ്ഞിരിക്കുന്നത്, പൗലോസിൻ്റെ ലേഖനങ്ങളെ ചിലരെ വളച്ച് ഒടിക്കും. നാശമാണ്. ഈ വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ച് പറയാനുള്ളതല്ല ദൈവവചനം. പരിശുദ്ധാത്മാവ് അതിൻ്റെ അർത്ഥം എന്താണെന്ന്
നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിച്ചോ അതേ അർത്ഥം വേണം നമ്മൾ എടുക്കാൻ. അല്ല നമ്മുടെ ഇഷ്ടം പോലെ വളച്ചൊടിച്ച് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി അങ്ങനെ ആക്കി പറയാനുള്ളതല്ല. അത് ശ്രദ്ധിച്ചോണം. ദുഷ്ടരുടെ തെറ്റിനെ നമ്മൾ അനുകരിക്കരുത്. നിങ്ങളുടെ സ്ഥൈര്യം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. യേശു ക്രിസ്തുവിൻ്റെ കൃപയിലും അറിവിലും നിങ്ങൾ വളരുവീൻ. നമ്മൾ വളരുന്നത് 2 കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് വളരാൻ. ക്രിസ്തുവിൻ്റെ കൃപ. യേശു പൗലോസിനോട് പറഞ്ഞില്ലേ, നിനക്ക് എൻ്റെ കൃപ മതി. കൃപയിലാണ് എല്ലാം അടങ്ങിയിരിക്കുന്നത്. നിനക്ക് എൻ്റെ കൃപ മതി. അല്ല ഈ കയ്യിലെ വേദനയോ ദേഹത്തെ വേദന മാറണമെന്നുള്ള പ്രാർത്ഥനയല്ല, കൃപ മതി. പിന്നെ അറിവിലും, യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൽ നമ്മൾ വർദ്ധിച്ച് വരണം. അല്പസ്വല്പമൊക്കെ നമുക്കറിയാം, അത് ശരി തന്നെ, അറിയാമെന്ന് പറഞ്ഞാൽ പോരാ, അത് അറിവിൽ വർദ്ധിക്കണം. ഒരു കുട്ടി 5ാം ക്ലാസ് പഠിക്കുന്നൊരു കുട്ടിക്ക് അവൻ്റെ സ്കൂളിലെ പാഠങ്ങളൊക്കെ അറിയാം, നല്ല മിടുക്കനായിട്ട് പഠിക്കുന്നു. 5ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ അവനൊന്നും പഠിക്കത്തില്ല. അതെന്താ? അവൻ്റെ അറിവ് വർദ്ധിക്കുമോ? ലോകദൃഷ്ടിയാ നോക്കിയാൽ പോലും അത് പോരാ. ഓരോ സ്റ്റാൻഡേർഡിനും അനുസരിച്ചുള്ള വളർച്ച വേണം, അറിവിൽ വർദ്ധിക്കണം. അപ്പോൾ ക്രിസ്തുവിനെക്കുറിച്ചോ സൺഡേ സ്കൂളിൻ്റെ 2ാം ക്ലാസ് വരെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതിയോ? പഠിക്കണ്ടേ? അതാണ് പറഞ്ഞത്. ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൽ നമ്മൾ വർദ്ധിച്ച് വരണം. അത് നമ്മൾ ശ്രദ്ധിക്കണം. അടുത്തൊരു കാര്യം പറയാനുള്ളത്, മരണത്തിന് നിഴലിലും കൂരിരുട്ടിലും നമ്മളായി പോകരുത്. യെരമ്യാ പ്രവാചകൻ 13-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവ് അന്ധകാരം വരുത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ കാൽപാദങ്ങൾ ഇരുൾ നിറഞ്ഞ മലകളിൽ ഇടറുന്നതിന് മുമ്പ് നിങ്ങളുടെ ദൈവമായ കർത്താവിന് മഹത്വം നൽകുവീൻ. കർത്താവിന് മഹത്വം കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ വെളിച്ചം തേടുമ്പോൾ മരണത്തിൻ്റെ നിഴലിലും കൂരിരുട്ടിലും ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഇപ്പോൾ സമയമുണ്ട്, വെളിച്ചത്തിലേക്ക് നിങ്ങൾ നീങ്ങുകയാണ്. അവിടെ നിങ്ങൾ കർത്താവിന് മഹത്വം കൊടുക്കണം. 7ാമത്തെ ഒരു പോയിൻ്റ്, നിനവേക്കാർക്കൊരു മുന്നറിയിപ്പ് നൽകി. 3 നമ്മളതാണല്ലോ കൂടുതലായിട്ട് ചിന്തിക്കുന്നത്. ദുഷ്ടത നിറഞ്ഞ നിനവേ നഗരത്തോട് ഒരു മുന്നറിയിപ്പ് നൽകാൻ കർത്താവിൻ്റെ അരുളപ്പാട് യോനാ പ്രവാചകനുണ്ടായി. യോനാ 3:4-5. യോനാ വിളിച്ചു പറഞ്ഞു, 40 ദിവസം കഴിയുമ്പോൾ നിനവേ നശിപ്പിക്കപ്പെടും. നിനവേയിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു. അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. വലിയവരും ചെറിയവരും ഒന്നുപോലെ കൊടുത്തു. മനസാന്തരം ഉണ്ടായി. മനസാന്തരം ഉണ്ടാകണം, അല്ലെങ്കിൽ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. അത് ഓർത്താണല്ലോ 3 നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. അടുത്തൊരു കാര്യം പറയാനുള്ളത്, ഈ പ്രബോധനങ്ങളിലെ പുളിപ്പിനെ നമ്മൾ സൂക്ഷിക്കണം. മത്തായിയുടെ സുവിശേഷം 16:6 യേശു പറഞ്ഞു, ശ്രദ്ധിക്കുവീൻ, ഫരീശരുടെയും സദൂക്കാരുടെയും പുളിമാവിനെ സൂക്ഷിച്ചു കൊള്ളുവീൻ. വേണ്ടാത്ത തെറ്റ് അതിൻ്റെ അകത്ത് ചേർത്ത് പഠിപ്പിക്കുമ്പോൾ അതാണ് ഈ പുളിമാവ് എന്ന് പറയുന്നത്. വേണ്ടാത്ത തെറ്റായ പഠിപ്പിക്കൽ അതിൻ്റെ അകത്തോട്ട് ചേർക്കും, അത് പാടില്ല. പുളിപ്പിനെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പൗലോസ് ഗലാത്യക്കാർക്ക് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഗലാത്യ 5-ാം അധ്യായം 9-10 വാക്യങ്ങൾ, അല്പം പുളിപ്പ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുന്നു. എൻ്റെ വീക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തമായ യാതൊന്നും നിങ്ങൾ ചിന്തിക്കുകയില്ലെന്ന് കർത്താവിൽ എനിക്ക് നിങ്ങളെക്കുറിച്ച് ഉത്തമ വിശ്വാസമുണ്ട്. നിങ്ങളിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നവൻ ആര് തന്നെയായാലും അവനെ ശിക്ഷ ലഭിക്കും. എൻ്റെ ചിന്തയ്ക്ക് വീക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതി നിങ്ങൾ ചിന്തിക്കരുത്. അല്ലാതെ നമ്മുടെ ഇഷ്ടം പോലെ അങ്ങ് ചിന്തിച്ചുകൊണ്ട് പോയാൽ പോരാ. ശിക്ഷ ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, വേറെ രീതിയിലായാൽ. ഇനി 9ാമത് പറയാനുള്ളൊരു കാര്യം, വ്യർത്ഥമായി അഹങ്കരിക്കുന്ന ഭോഗാലസ്യമായ മനസ്സ് പാടില്ല. കൊളോസോസ് 2:18 പറയുന്നു, മായാദർശനങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് കപട വിനയത്തിലും ദൈവദൂതന്മാരുടെ ആരാധനയിലും ആഭിമുഖ്യം കാണിക്കുന്ന ചില ആളുകൾ നിങ്ങളെ വഞ്ചിക്കാതെ ഇരിക്കട്ടെ. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ സഭ മാലാഖമാരുടെ ആരാധന ഇല്ലെന്ന് ചിലർ പറയും. ഞങ്ങൾ ആരാധിക്കുന്നില്ല, ബഹുമാനിക്കുന്നേ ഉള്ളെന്ന് പറയും. അങ്ങനെയൊന്നും അല്ല കണ്ടുവരുന്നത്.
നമ്മൾ യേശുക്രിസ്തുവിന് കൊടുക്കേണ്ടതിനെക്കാട്ടി വലിയ പ്രാധാന്യം മാലാഖമാരുടെ രൂപങ്ങളെ എടുത്ത് ആരാധിച്ച് സ്തോത്രം ചെയ്ത് പൊക്കുകയും താക്കുകയൊക്കെ ചെയ്യുന്നത് കാണുവാനിപ്പോൾ സാധിക്കും. അങ്ങനൊന്നും ആയിപ്പോകരുത്. നമ്മുടെ ആരാധനക്രമത്തിൽ ഇങ്ങനെയുള്ള ചിലത് കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് നമ്മൾ ആത്മശോധന പരിശോധിച്ച് നോക്കേണ്ടതാണ്. വേറൊരു പോയിൻ്റ് ശ്രദ്ധിക്കാനുള്ളത്, ക്രിസ്തുവാണ് യാഥാർത്ഥ്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം. കൊളോസോസ് 2:16, ഭക്ഷണപാനീയങ്ങളുടെ കാര്യത്തിൽ ആരും നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കട്ടെ. അതുപോലെ തന്നെ ഉത്സവങ്ങളുടെയും അമാവാസ്യയുടെയും ശാബദത്തിൻ്റെയും ആചരണത്തിലും, ഉത്സവങ്ങൾ, ആചരണങ്ങൾ, ആഘോഷങ്ങൾ, ഭാഗ്യപ്രകടനങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യം കൊടുത്ത് ആത്മീയത നഷ്ടപ്പെടുത്തി കളയരുത്. ഭാഗ്യ സൗന്ദര്യമല്ല കർത്താവ് നോക്കുന്നത്, ആന്തരിക വിശുദ്ധിയും ആത്മീയതയുമാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് തുളുമ്പി കവിഞ്ഞ് ഒഴുകണം. ഇനിയും വേറൊന്ന് പൗലോസ് തന്നെ പറയുകയാണ്, ഉന്നതത്തിലുള്ളവയിൽ വേണം നമ്മൾ ശ്രദ്ധിക്കുവാൻ. കൊളോസോസ് 3:1-2, ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിൽ ഉള്ളവയെ അന്വേഷിക്കുവീൻ. ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, പ്രത്യുത ഉന്നതത്തിലുള്ളവയെ ശ്രദ്ധിക്കുവീൻ. നിങ്ങൾ ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ക്രിസ്തുവിനോടുകൂടി നമ്മൾ ഒരിക്കൽ മരിച്ചു, നമ്മൾ ഉയർപ്പിക്കപ്പെട്ടു. പഴയ മനുഷ്യനെ നമ്മൾ വേണ്ടാന്ന് വെച്ചു. ഇനി ക്രിസ്തുവിനോടുകൂടി നമ്മൾ ജീവിക്കുകയാണ്. ക്രിസ്തു ഇരിക്കുന്നത് ഉന്നതത്തിൽ, പിതാവാ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുക. അവിടെ നിങ്ങളുടെ ശ്രദ്ധയൊന്ന് ഉയർത്തുവീൻ, ഉന്നതത്തിൽ ഉള്ളവയെ ശ്രദ്ധിക്കുവീൻ. ഈ ലോകത്തിലുള്ള കാര്യങ്ങളിലല്ല, ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സമയത്തിൻ്റെ നീക്കം കൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. 6 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ 4, 5, 6 വാക്യങ്ങളാണ് നമ്മൾ നോക്കിയത്. കർത്താവിന് എപ്പോഴും കൃതജ്ഞത അർപ്പിക്കുവാൻ നാം കടപ്പെട്ടിരിക്കുന്നു. വചനത്തിന് ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിയും. നമുക്ക് വ്യർത്ഥമായ വാക്ക്, വ്യർത്ഥമായ സംഭാഷണം ഇവയൊന്നും ഒരു വിശ്വാസിക്ക് യോഗ്യമല്ല. ആർക്കെല്ലാം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ അവകാശമില്ല എന്നത് നമ്മൾ ആ ലിസ്റ്റ് നമ്മൾ കണ്ടു. നമ്മുടെ നാവിനെ നമ്മൾ നിയന്ത്രിക്കേണ്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അത്യാർത്തി പാടില്ല. അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് ആരും നമ്മളെ വഞ്ചിക്കരുത്. ഈ കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തത്. 148-ാം എപ്പിസോഡിൽ എഫെസോസ് 5:7 വാക്യം മുതൽ നമുക്ക് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. പരിശുദ്ധാത്മാവ് നമ്മളെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവ് നമ്മൾ നിറയട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ.